സെഷനിലൂടെ ഇപ്പോൾ ഈശോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ ജെനുവിനിറ്റി തെളിയിക്കണം. ജെനുവിനിറ്റി എന്ന് പറയുന്നത് എന്താണ്? നിങ്ങൾ ഈ വിഷയത്തിൽ ആത്മാർത്ഥമാണ്, സത്യസന്ധമാണ്, വിശ്വസ്തമാണെന്ന് ചിലർ ഒരു കൊല്ലം കൊണ്ട് തെളിയിക്കും, ചിലർ ഒരു ദിവസം കൊണ്ട് തെളിയിക്കും. എത്രയും നേരത്തെ തെളിയിച്ചാൽ അത്രയും നമുക്ക് പിടിപാടാണ്. ഇപ്പോൾ ഇവർ തന്നെ തൊടുമ്പോൾ ആ കല്ല് പോലെ ഉന്തി എല്ല് പോലെ നിന്നിരിക്കുന്ന സാധനം തൊടുമ്പോൾ തെറിച്ച് പോവുകയാണ്. ഇപ്പം ഇല്ല, ആ അരിമ്പാറയെല്ലാം പോയി, അവരുടെ എവരിത്തിങ് പോയി. അപ്പോൾ ദൈവത്തിന് ഇതൊക്കെ മാറ്റാൻ സെക്കൻഡുകൾ മതി. നമുക്കിങ്ങനെ ഒരിക്കലും മാറത്തില്ല എന്ന് വിചാരിച്ചു ഇവർ നിലവിളിച്ച കണ്ടില്ലേ? ഇവിടെ നിലവിളി ഇവിടെ കിടക്കണ്. ദൈവം ഇപ്പോൾ ഒന്ന് മനസ്സ് വെച്ചപ്പോൾ സെക്കൻഡുകൾക്കുള്ളിൽ എല്ലാം മാറി. ഇതുപോലെ എൻ്റെ മക്കളെ നിങ്ങളുടെ കാര്യം ഇതുപോലെ തന്നെയാണ്. ദൈവം ഒന്ന് മനസ്സ് വെച്ചാൽ മതി, സെക്കൻഡുകൾക്കുള്ളിൽ വിഷയമെല്ലാം മാറും. പക്ഷേ ദൈവം മനസ്സ് വെക്കാത്ത കാര്യം നിങ്ങൾ മനസ്സ് വെക്കാത്ത കൊണ്ടാണ്. എന്താണ്? നിങ്ങൾ ഇതൊരു ഷോർട്ട് ടൈം ബിസിനസ്സായിട്ട് എടുത്തിരിക്കുകയാണ്. അതൊരു അപകടമാണ് ഉടമ്പടിയുടെ. ഷോർട്ട് ടൈം അഫെയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ കഴിഞ്ഞ ദിവസം ചേട്ടൻ ഒരു കാര്യം പറഞ്ഞില്ലേ, എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, പക്ഷെ ഞാൻ വിചാരിച്ചു കുഴപ്പമില്ല, ആ പടം 90 ദിവസം എടുത്താൽ മതിയല്ല, 90 ദിവസം എടുത്താൽ മതിയല്ല. ഷോർട്ട് ടൈമാണ്. ദൈവമായിട്ട് നിങ്ങൾക്കറിയാമല്ലോ, ദൈവമായിട്ട് ഒരിക്കലും ഷോർട്ട് ടൈം അഫെയർ സാധ്യമല്ല. ഏത് പൊട്ടനെയാണ് മനസ്സിലാകാത്തത്? ഏത് പൊട്ടനെയാണ് മനസ്സിലാക്കുക? ദൈവവുമായിട്ട് നമ്മൾക്ക് ഒരു വ്യക്തിയുമായിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ചിട്ടി കമ്പനിയുമായിട്ട്, ആ ചിട്ടി വട്ടവെത്തണ വരെയുള്ള സമയമാണ് അവർ നമ്മളായിട്ട് ബന്ധമുള്ളത്, അല്ലേ? അത്രയേ ഉള്ളൂ. പക്ഷേ ദൈവമായിട്ട് അങ്ങനെ ഒരു ഷോർട്ട് ടൈം പരിപാടി നടക്കത്തില്ല. ഇതാദ്യമേ കയറി മനസ്സിലാക്കണം. അതിനാണ് ഞാൻ എപ്പോഴും പണ്ടൊക്കെ പറയുമായിരുന്നു നിങ്ങളോട്, ഒരു മിനിമം ഹോളി സ്പിരിറ്റാണ്. ഈ ഹോളി അതായത് നിങ്ങളുടെ ഉടമ്പടി ചെയ്തിരിക്കുന്ന ഓരോരോ ചെയ്വനകളുണ്ടല്ലോ, പ്രയോഗവിധികൾ. ഈ പ്രയോഗവിധികളെല്ലാം ചെയ്യുമ്പോൾ നിങ്ങളുടെ രഹസ്യമായി ദൈവത്തോട് പറയണം, കർത്താവേ, ഇതൊക്കെ ഞാൻ ചെയ്യണത് എൻ്റെ മകളുടെ വിസ പുതുക്കാനാണെന്ന് നീ ധരിക്കരുത്, മറിച്ച് എനിക്ക് പരിശുദ്ധാത്മാവിനെ നീ നൽകണം. ഇത് നീ രഹസ്യമായി ദൈവത്തോട് പറയേണ്ട ഒരു പ്രാർത്ഥനയാണ്. മനസ്സിലായേ? നീ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ പറഞ്ഞ, കർത്താവേ, ഞാൻ ഈ റെയിൽവേ സ്റ്റേഷനിലും ബസ് സ്റ്റാൻഡിലേക്ക് കൊണ്ടുവന്ന് പത്രം കൊടുക്കുന്നുണ്ട്, ഇത് ഞങ്ങളുടെ വസ്തു വിൽക്കാനാണെന്ന് മാത്രം നീ ധരിക്കരുത്, എനിക്ക് പരിശുദ്ധാത്മാവിനെ വേണം. അങ്ങനെ നീ രഹസ്യമായി ഒരു രണ്ടാം പ്രാർത്ഥനയുണ്ട്. ഇതിന് എല്ലാത്തിനും ഒരു രണ്ടാം പ്രാർത്ഥനയുണ്ട്. ആദ്യ പ്രാർത്ഥന നമ്മുടെ ഉടമ്പടി നിയോഗമാണ്. അതിൻ്റെ അകത്ത് രണ്ടാം പ്രാർത്ഥനയായിട്ട് വരേണ്ടത് രഹസ്യപ്രാർത്ഥന എന്ന് പറഞ്ഞാൽ എന്താണ്? പരിശുദ്ധാത്മാവിനെ നൽകണമേ എന്ന് വെച്ചാൽ, എപ്പോൾ എൻ്റെ മക്കളുടെ ഇത് വരുന്ന വിഷയമേ, നമ്മൾ ഒരു കടയിൽ ചെല്ലുമ്പോൾ ചില ആൾക്കാരെ ഈ മാർജിൻ ഫീ ഷോപ്പിലൊക്കെ ചെല്ലുമ്പോൾ അവർക്ക് ആവശ്യമായ കമ്പനി ബ്രാൻഡുകൾ ഉണ്ടോ എന്നിങ്ങനെ പരതി നോക്കും. എല്ലായിടത്തും പോയി എല്ലാ ഷെൽഫിലും ഒക്കെ പോയി നോക്കും, അല്ലേ? നമ്മൾ വിചാരിക്കണം നമ്മൾ ആവശ്യപ്പെടുന്ന സാധനം അവിടെ ഉണ്ടോ എന്ന്. അവിടെ ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്കത് കിട്ടുമോ? കിട്ടത്തില്ല. അപ്പോൾ പിന്നെ എന്താ, നമ്മൾ അവരോട് ചോദിക്കുകയാണ് ഈ സാധനം ഉണ്ടോ എന്ന് ചോദിച്ചാൽ അവർ പറയും, എന്തെന്ന് പറയും? ഇല്ലെന്ന് പറയത്തില്ല. അവരത് പറയത്തില്ല. നിങ്ങൾ ചോദിക്കേണ്ട ഇന്ന സാധനം ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ പറയും ആ കമ്പനിയുടെ ഇല്ല, വേറെ കമ്പനിയുടെ ഉണ്ടെന്ന്. ഉള്ളത് സാധനമേ പറയത്തുള്ളവർ. അവർ നമുക്ക് നമ്മുടെ ആവശ്യത്തിനെ ഡൈവേർട്ട് ചെയ്തിട്ട് അവർക്ക് അവിടെ ഉള്ളതിനെക്കുറിച്ച് അവർ ആകർഷിച്ചെടുക്കും നമ്മൾ. എന്നിട്ട് വേറെ കടയിലോട്ട് പറഞ്ഞു വിടാതിരിക്കാൻ വേണ്ടി അതുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ പറയും അതില്ല, അതിൻ്റെ തന്നെ കമ്പനിയുള്ള അതിൻ്റെ വേറെ കമ്പനിയുള്ള അതേ സാധനം ഉണ്ടെന്ന് പറയും. എന്നാൽ കാണട്ടെ നമ്മൾ പറയും, ഇല്ലേ? അതാണ് നമ്മുടെ ഒരു ബിസിനസ്സിൻ്റെ ഡീലിങ്സ്. അതാണ്. ഇതുപോലെ ദൈവത്തിൻ്റെ അടുത്ത് അടുക്കുമ്പോൾ തന്നെ നമ്മൾ കിട്ടാൻ സാധ്യതയുള്ള കാര്യങ്ങൾ ആദ്യം ചോദിച്ച് മേടിക്കണം. ഉടനെ കിട്ടാൻ സാധ്യതയില്ലാത്ത കാര്യങ്ങൾ ചോദിച്ചൊരു വലിയ കഥയില്ല. എന്താ കാര്യം വെച്ചാൽ അതിൻ്റെ അകത്ത് ദൈവത്തിന് മാർജിനൊന്നുമില്ല. പറഞ്ഞ മനസ്സിലായില്ലേ? ഇപ്പം നമ്മളൊരു കടയിൽ ചെന്ന ഒരു സാധനമായി ഒരു സ്റ്റൗ വാങ്ങിക്കുകയാണ്. ഇപ്പം സ്റ്റൗ തന്നെ എന്തുമാത്രം കമ്പനികളുണ്ട്. പക്ഷേ നമ്മൾ ചോദിക്കുന്ന കമ്പനിയുടെ കാര്യം ചോദിക്കുമ്പോൾ അതവിടെ ഉണ്ട്, പക്ഷേ അയാളത് എടുത്ത് തരത്തില്ല നമുക്ക്. അവർ വേറെ കമ്പനി എടുത്ത് കാര്യം ഇത് വിറ്റാലേക്ക് 10% മാർജിനേ ഉള്ളൂ. അയാൾ നമുക്ക് പ്രപ്പോസ് ചെയ്യുന്ന സാധനം വിറ്റ് കഴിഞ്ഞാൽ അയാൾക്ക് 50% മാർജിനുണ്ട്. ക്ലിയർ അല്ലേ? കമ്പനി പറഞ്ഞതാണ്. അത് ചിലപ്പോൾ നിങ്ങൾ ആവശ്യപ്പെടുന്ന സാധനം ഇവിടെ ഇല്ല, ആ സ്റ്റൗ ഇല്ല, ആ കമ്പനിയുടെ സ്റ്റൗ ഇവിടെ ഇല്ല.
പക്ഷേ ഇവിടെ ഉള്ള അതിനേക്കാൾ മെച്ചമാണെന്ന് പറഞ്ഞിട്ട് അത് നമുക്ക് അടിച്ചേൽപ്പിക്കും. പക്ഷേ എന്താണ്, അത് 50% അയാൾക്ക് അതിൻ്റെ അകത്ത് മാർജിനുള്ളതാണ്. ദൈവത്തിന് പ്രയോജനമുള്ള കാര്യങ്ങൾ നമ്മൾ ദൈവത്തോട് ചോദിക്കണം. യേശുക്രിസ്തു ക്രൂശിക്കപ്പെട്ടത് എന്തിനാണ് ക്രൂശിക്കപ്പെട്ടത്? പാപത്തിന് പരിഹാരമാകാൻ, നമ്മൾ വീണ്ടെടുക്കാൻ. എന്തിനാണ് വീണ്ടെടുത്തിട്ട് എങ്ങനെയാണ് ക്രിസ്തുവിൻ്റെ വചനമനുസരിച്ച് നമ്മൾ ജീവിക്കണത്? പരിശുദ്ധാത്മാവ് നിറഞ്ഞാൽ മാത്രമേ വചനാധിഷ്ഠിതമായി ജീവിക്കാൻ പറ്റത്തുള്ളൂ. അപ്പം നമ്മൾ പരിശുദ്ധാത്മാവിനാണ് ചോദിക്കണമെന്നുണ്ടെങ്കിൽ അതിന് ദൈവത്തിന് നല്ല മാർജിനുള്ള കാരണം നമുക്കത് ദൈവം ഉടനെ എടുത്ത് പ്രപ്പോസ് ചെയ്യും.